ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. SPYSS NYC മലയാളം ഓൺലൈൻ ഭഗവത്ഗീത അധ്യയനം 118 ദിവസമാണ് ഇന്ന്. വിശ്വരൂപ ദർശനയോഗം. അതിലേക്ക് എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആദ്യമായി ധ്യാന ശ്ലോകം ചൊല്ലുന്നതിന് വേണ്ടിയിട്ട് ലതീഷ് അണ്ണനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹരി ഓം ലതീഷ് അണ്ണ. ഹരി ഓം. ഓം നമോ നാരായണായ. ധ്യാന ശ്ലോകം. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതി അഷ്ടാദശാധ്യായിനി അംബ ത്വാമനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീ. നമോസ്തുതേ വ്യാസ വിശാല ബുദ്ധേ ഫുല്ലാരവിന്ദായതപത്രനേത്ര യേന ത്വയാ ഭാരത തൈലപൂർണ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപഃ. പ്രപന്ന പാരിജാതായ സ്തോത്ര വേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. സർവോപനിഷദോ ഗാവോ ദോഗ്ധ ഗോപാലനന്ദനഃ പാർത്ഥോ വത്സ സുധീർഭോക്താ ദുഗ്ധം ഗീതാമൃതം മഹഃ. വസുദേവസുതം ദേവം കംസചാരുണമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഭീഷ്മദ്രോണതടാ ജയദ്രഥജലാ ഗാന്ധാരനീലോപല ശല്യഗ്രാഹവതി കൃപേണ വഹനി കർണേന വേലാകുലാ. അശ്വത്ഥാമ വികർണഘോരമകരാ ദുര്യോധനാവർത്തിനി സോത്തീർണാ ഖലു പാണ്ഡവൈ രണനദീ കൈവർത്തക കേശവഃ. പാരാശര്യവചസരോചമമലം ഗീതാർത്ഥഖണ്ഡോത്കടം നാനാഖ്യാനകകേസരം ഹരികഥാ സംബോധനാബോധിതം. ലോകേ സജ്ജന നഷ്ടപദൈരഹരഃ പേപീയമാനം മുദാ ഭൂയാത് ഭാരത പങ്കജം കലിമല പ്രധ്വംസിന ശ്രേയസേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രമരുത സ്തുന്വന്തി ദിവ്യൈസ്തവൈർ വേദൈ സാംഗപദക്രമോപനിഷദ് ദൈർഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരാഗണാ ദേവായ തസ്മൈ നമഃ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ
ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരി ശ്രീനാഥ നാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരി ശ്രീനാഥ നാരായണ വാസുദേവ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. ഹരി ഓം രതീഷണ്ണ. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച 43 മുതൽ 48 വരെയുള്ള ശ്ലോകങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നത് ധാത്രിയക്കയും സോനക്കയുമാണ്. അവർ രണ്ടുപേരെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഹരി ഓം അക്ക. ഹരി ഓം അക്ക. ഓം നമോ ഭഗവതേ വാസുദേവായ. സദാശിവസമാരംഭ ശങ്കരാചാര്യ മധ്യമ അസ്മദാചാര്യ പര്യന്ത വന്ദേ ഗുരുപരമ്പര. വിദാസേ ലോകസ്യ ചരാചരസ്യ ത്വമസ്യ പൂജ്യച്ഛ ഗുരുർഗരീയാൻ നതത്സമോസ്തഭ്യധികുതോന്യോ ലോകത്രയേഭ്യ പ്രതിമ പ്രഭാവാം. തസ്മാത് പ്രണമ്യ പ്രണിതായ കായം പ്രസാദയേ ത്വാമഹമീശമീഠ്യം വിദേവപുത്രസ്യ സഖേവ സഖ്യഹോ പ്രിയപ്രിയാഭാഷസേ ദേവദേവൂം. അദൃഷ്ടപൂർവം ശിഷിതോസ്മി ദൃഷ്ട്വാ ഭയേന ചക്ര വിദീപം മനോമേ തദേവ മേ ദർശയ ദേവരൂപം പ്രസീദ ദേവേ ജഗന്നിവാസാം. ഹരി ഓം. കിരീടിനം ഗദിനം ചക്രഹസ്തം ഇച്ഛാമി ത്വാം ദ്രഷ്ടുമഹം തഥൈവ തേനൈവ രൂപേണ ചതുർഭുജേന സഹസ്രബാഹോ ഭവ വിശ്വമൂർത്തേ. ശ്രീഭഗവാൻ ഉവാച മയാ പ്രസന്നേന തവാർജുനൈദം രൂപം പരം ദർശിതമാത്മയോഗാത് തേജോമയം വിശ്വമനന്തമാദ്യം യന്മത്വദന്യേന ന ദൃഷ്ടപൂർവം. ന വേദയജ്ഞാദയനൈർന ദാനൈർന ച ക്രിയാഭിർന തപോഭിരുഗ്രൈഃ ഏവം രൂപഃ സഖ്യ അഹം നൃലോകേ ദ്രഷ്ടും ത്വദന്യേന കുരു പ്രവേര. ഹരി ഓം. 49 മുതൽ 55 വരെയുള്ള ശ്ലോകങ്ങളുടെ ചാൻഡിങ് ഗൈഡൻസ് നൽകുന്നത് രമ അക്കയാണ്. 49 മുതൽ 52 വരെയുള്ള ശ്ലോകങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നത് വസുമതി അക്കയാണ്. 53 മുതൽ 55 വരെയുള്ള ശ്ലോകങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നത് ശോഭക്കയാണ്. ഇതിന്റെ മുഴുവൻ 49 മുതൽ 52 വരെയുള്ള ശ്ലോകങ്ങളുടെ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത് പ്രഭക്കയാണ്. 53 മുതൽ 55 വരെയുള്ള ശ്ലോകങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത് ഗിരിജക്കയാണ്. ബാക്കപ്പായി നിൽക്കുന്നത് സിന്ധു അനന്തക്കയാണ്. ആദ്യമായി ചാൻഡിങ് ഗൈഡൻസ് നൽകുന്നതിന് വേണ്ടിയിട്ട് രമക്കയെ ക്ഷണിച്ചുകൊള്ളുന്നു. തുടർന്നുള്ള റിപ്പീറ്റേഷനും വസുമതി അക്കയെയും ക്ഷണിച്ചുകൊള്ളുന്നു. എക്സ്പ്ലനേഷന് പ്രഭവക്കയെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം ശ്രീ പരമാത്മനേ നമഃ. അഥ ഏകാദശോധ്യായഃ. വിശ്വരൂപദർശനയോഗഃ. ശ്ലോകം 49. മാതേ വ്യദാമാച വിമൂഢഭാവോ. മാതേ വ്യഥാമാച വിമൂഢഭാവഃ. ദൃഷ്ട്വാ രൂപം ഘോരമീദൃഗ്മമേതം. ദൃഷ്ട്വാ രൂപം ഘോരമീതി സമേദം. വ്യപേതഭീപ്രീതമനാ പുനസ്ത്വം. വ്യപേതഭിപ്രീതമനഃ പുനസ്ത്വം. തദേവ മേ രൂപമിദം പ്രപശ്യ. തദേവ മേ രൂപമിദം പ്രപശ്യ.
मा ते व्यथा मा च विमूढभावो दृष्ट्वा रूपं घोरमीदृग्ममेतम् मा ते व्यथा मा च विमूढभावो दृष्ट्वा रूपं घोरमीदृग्ममेदम् व्यपेदभिप्रीतमना पुनस्त्वं तदेव मे रूपमिदं प्रपश्य व्यपेदभिप्रीतमनः पुनस्त्वं न देव मे रूपमिदं प्रपश्य मा ते व्यथा मा च विमूढभावो दृष्ट्वा रूपं घोरमीदृग्ममेदम् व्यपेदभिप्रीतमना पुनस्त्वं तदेव मे रूपमिदं प्रपश्य मा ते व्यथा मा च विमूढभाव दृष्ट्वा रूपं घोरमिदं मेदम् व्यपेदभिप्रीतमनः पुनस्त्वं तदेव मे रूपमिदं प्रपश्य श्लोकम् 50 सञ्जय उवाच इत्यर्जुनं वासुदेवस्ततोक्त्वा सञ्जय उवाच इत्यर्जुनं वासुदेवस्ततोक्त्वा स्वकं रूपं दर्शयामास भूयः स्वकं रूपं दर्शयामास भूयः आश्वासयामास च भीतमेनम् आश्वासयामास च भीतमेनं भूत्वा पुनः सौम्य वपुर्महात्मा भूत्वा पुनः सौम्य वपुर्महात्मा इत्यर्जुनं वासुदेवस्ततोक्त्वा स्वकं रूपं दर्शयामास भूयः इत्यर्जुनं वासुदेवस्ततोक्त्वा स्वकं रूपं दर्शयामास भूयः आश्वासयामास च भीतमेनं भूत्वा पुनः सौम्य वपुर्महात्मा आश्वासयामास च भीतमेनं भूत्वा पुनः सौम्य वपुर्महात्मा इत्यर्जुनं वासुदेवस्ततोक्त्वा स्वकं रूपं दर्शयामास भूयः आश्वासयामास च भीतमेनं भूत्वा पुनः सौम्य वपुर्महात्मा इत्यर्जुनं वासुदेवस्ततोक्त्वा स्वकं रूपं दर्शयामास भूयः आश्वासयामास च भीतमेनं भूत्वा पुनः सौम्य वपुर्महात्मा अर्जुन उवाच दृष्ट्वेदं मानुषं रूपं तव सौम्यं जनार्दन अर्जुन उवाच दृष्ट्वेदं मानुषं रूपं तव सौम्यं जनार्दन इदानीमस्ति संवृत्त सचेता प्रकृतिं गतः इदानीमस्मि संवृत्तः सचेतः प्रकृतिं गतः दृष्ट्वेदं मानुषं रूपं तव सौम्यं जनार्दन इदानीमस्मि संवृत्त सचेता प्रकृतिं गतः दृष्ट्वेदं मानुषं रूपं तव सौम्यं जनार्दन इदानीमस्मि संवृत्तः सचेतः प्रकृतिं गतः श्लोकम् 52 श्रीभगवानुवाच
സുദുർദർശമിദം രൂപം ദൃഷ്ടവാനസി യന്മമ. ശ്രീഭഗവാനുവാച സുദുർദർശമിദം രൂപം ദൃഷ്ടവാനസി യന്മമ. ദേവാ അപ്യസ്യ രൂപസ്യ നിത്യം ദർശനകാംക്ഷിണഃ. ദേവാ അപ്യസ്യ രൂപസ്യ നിത്യം ദർശനകാംക്ഷിണഃ. സുദുർദർശമിദം രൂപം ദൃഷ്ടവാനസി യന്മമ. ദേവാ അപ്യസ്യ രൂപസ്യ നിത്യം ദർശനകാംക്ഷിണഃ. സുദുർദർശമിദം രൂപം ദൃഷ്ടവാനസി യന്മമ. ദേവാ അപ്യസ്യ രൂപസ്യ നിത്യം ദർശനകാംക്ഷിണഃ. അടുത്തതായി നമുക്ക് വ്യാഖ്യാനം ശ്രവിക്കാം. ഹരിയോ. യോ. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ശ്ലോകം 49 നോക്കാം. അതില് മാതേ വ്യധാമാച്ച വിമൂഢഭാവോ ദൃഷ്ടോ രൂപം ഘോരമീ ദൃങ്മമേതം. ആദ്യത്തെ 2 ലൈനില്, അതായത് ഇതില് ഭഗവാൻ അർജുനനോട് പറയാണ്, എന്റെ ബീഭത്സ രൂപം കണ്ടിട്ട് നീ അസ്വസ്ഥനാവുകയും സംഭ്രാന്തനാവുകയും ചെയ്തു. അത് ഇതോടെ തീരട്ടെ. നീ ഇനി സ്വസ്ഥത കൈവരിക്കൂ. ശാന്ത മനസ്കനായി നിനക്കിപ്പോൾ നീ ആഗ്രഹിക്കുന്ന രൂപം കാണാം. ഇപ്പൊ അർജുനന്റെ അഭ്യർത്ഥന അനുസരിച്ചിട്ടാണല്ലോ പിന്നെ കൃഷ്ണൻ ഈ വിശ്വരൂപം കാണിച്ചു കൊടുത്തതും ഒക്കെ. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ അർജുനന് ഭയങ്കര ഭയചകിതനാകുകയാണ്. അപ്പൊ അതൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഭഗവാൻ പറയാണ്, ഞാന് എന്റെ സാധാരണ രൂപത്തിലേക്ക് വരാം, നീ ഇങ്ങനെ പേടിക്കേണ്ട എന്നൊക്കെ പറയുന്നതാണ്. ഇത് മുമ്പത്തെ ശ്ലോകങ്ങളിലും ഒക്കെ കുറെ ഇതന്നെയാണ് പറയുന്നത്. അപ്പൊ ഈ ഭഗവത്ഗീതയുടെ പ്രഥമ അധ്യായത്തിൽ തന്റെ ആരാധ്യരായ മുത്തശ്ശനെയും ഗുരുവിനെയും, അതായത് ഭീഷ്മരെയും ദ്രോണരെയും വധിക്കാന് കൊല്ലേണ്ടി വരുമെന്നതിനെ പറ്റിയായിരുന്നു അർജുനന്റെ ഖേദം അന്ന് ആദ്യത്തെ അധ്യായങ്ങളിൽ പറയുന്നുണ്ട്. ഭഗവാൻ പറയുന്നത് എന്താണ്, ഒരു സദസ്സിൽ വെച്ച് പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്ത് ഇപ്പോൾ ഭീഷ്മരും ദ്രോണരും നിശബ്ദരായിരുന്നു. സ്വകർത്തവ്യം നിറവേറ്റാതിരുന്ന ആ ഗുരുജനങ്ങൾ വധ്യരാണെന്ന് കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. നീതിക്ക് നിരക്കാത്ത കർമ്മമാണ് അവിടെ ചെയ്തതിനാൽ അവരെല്ലാം മുമ്പ് തന്നെ കൊല്ലപ്പെട്ടു കഴിഞ്ഞുവെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിശ്വരൂപം അർജുനന് കാണിച്ചു കൊടുത്തത്. അത് കൃഷ്ണൻ അവിടെ പറയുന്നുണ്ട്. കാരണം അവരൊക്കെ അത്രയും നീതിക്ക് നിരക്കാത്ത കർമ്മങ്ങളാണ് അന്നെല്ലാം ചെയ്തത്. അപ്പോഴൊന്നും അതുകൊണ്ട് അവരൊക്കെ എന്നോ വധിക്കപ്പെട്ടിരിക്കുന്നു ഭഗവാന്റെ ഇത് പ്രകാരം. അത് പറയുന്നുണ്ട്. ഭക്തന്മാർ എപ്പോഴും സമാധാന പ്രിയരാണ്. അവര് ഭക്തന്മാർക്ക് ഇങ്ങനത്തെ ഭീകരകർമ്മമൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാം ഈ വിശ്വരൂപം കാണിച്ചു കൊടുത്തിട്ട് അർജുനന് മനസ്സിലാക്കി കൊടുക്കുന്നതാണ്. അതുകൊണ്ട് നീ അത് കുറിച്ച് നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു. പിന്നെ അർജുനൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ചതുർഭുജ രൂപം കാണിച്ചു കൊടുക്കുന്നു ഭഗവാൻ. അത് കൃഷ്ണൻ കൈക്കൊള്ളുന്നു. ഒരു ഭക്തനാണെങ്കിൽ വിശ്വരൂപ ദർശനത്തിൽ താല്പര്യമില്ല. അത് കാണുമ്പോൾ ഭക്തിയല്ല അവിടെ വരുന്നത്, ഭയമാണ് വരുന്നത്. അതാണ് അർജുനനും ഉണ്ടായത്. അപ്പോ ഒരാളിൽ ഒരു ഭക്തി വരണമെങ്കിൽ, ഒരു പ്രേമഭാവനയൊക്കെ വരണമെങ്കിൽ ഈ വിശ്വരൂപം സഹായിക്കില്ല. ഭഗവാന്റെ ഏറ്റവും എല്ലാവർക്കും ദർശിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഭഗവാന്റെ ഇരു കൈകളോട് കൂടിയ രൂപമാണ്. അതായത് ദ്വിഭുജ രൂപമാണ് ഇഷ്ടം. ഭക്തന് വേണ്ടത് തന്റെ ആരാധനാഭരിതങ്ങളായ വികാരങ്ങളെ ഭഗവാന് നിവേദിക്കലോ പ്രേമപൂർവം ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുകയോ ചെയ്യാൻ വേണ്ടിയിട്ട് സേവനത്തിൽ ഏർപ്പെടാൻ സാധിക്കവണ്ണം ദ്വിഭുജ രൂപം, ശ്രീകൃഷ്ണ രൂപം ദർശിക്കലാണ് ഒരു ഭക്തന് ഏറ്റവും ആവശ്യമെന്ന് പറയുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതാണ് എന്ന് പറയുന്നു. അല്ലാതെ വിശ്വരൂപം കാണുമ്പോൾ ഭക്തിയല്ല വരുന്നത്, അവിടെ ഭയമാണ് വരുന്നത്. പിന്നെ ഇപ്പൊ കാണിച്ചു കൊടുത്തത് എന്താണ്, അർജുനൻ വിശ്വരൂപം കാണണമെന്ന് അഭ്യർത്ഥിച്ചപ്പോഴാണല്ലോ ഭഗവാൻ ഭക്തനോടുള്ള കരുണ മൂലം തേജോമയവും വിഭൂതി ബഹുലവുമായ ആ രൂപം വെളിപ്പെടുത്തി. അർജുനന് മുമ്പ് ആരും ഇത് കണ്ടിട്ടില്ല. ഈ വിശ്വരൂപം സർവ്വലോകങ്ങളിലും ബഹിരാകാശങ്ങളിലും വാഴുന്ന ഭക്തന്മാർക്ക് മുഴുവൻ കാണാൻ സാധിച്ചു. അതെല്ലാം അതിന് കാരണം അർജുനനാണ്. അർജുനൻ കാരണം അവർക്ക് കൂടി അതിന് സന്ദർഭം ലഭിച്ചു. അതും പറയുന്നുണ്ട്. പിന്നെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് വേറൊന്ന്,
പിന്നെ കൃഷ്ണൻ ദുര്യോധനനോട് സന്ധി സംഭാഷണത്തിന് വേണ്ടി കൗരവ സഭയിൽ പോയ സമയത്തും ഒരു വിശ്വരൂപം കാട്ടിയിട്ടുണ്ട്. ഇതേപോലെയല്ല, ഏതാണ്ട് ഇതേപോലെ ഒന്ന് കാട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു. കാരണം അവിടെ എന്താണ്, കൗരവ സഭയിൽ നിർഭാഗ്യവശാൽ ദുര്യോധനൻ കൃഷ്ണന്റെ ശാന്തി സന്ദേശം കൈക്കൊള്ളാതിരുന്നപ്പോഴാണ് അവിടെ ഏതാണ്ട് ഇതേപോലെയുള്ള ഒരു വിശ്വരൂപം കാണിച്ചിട്ടുണ്ട്. പക്ഷെ അർജുനന് കാണിച്ചു കൊടുത്ത ആ യുദ്ധഭൂമിയിൽ രംഗത്തിൽ കണ്ട രൂപം വ്യത്യാസമാണത്രേ. ഇത് മുമ്പ് ആരും കണ്ടിട്ടില്ല. ഇതും ഭഗവാൻ എന്ന് കൃഷ്ണൻ തന്നെ സ്വയം സമ്മതിക്കുന്നുണ്ട്. ആ രണ്ടും വ്യത്യാസങ്ങളാണെങ്കിലും അവിടെയും ഒന്ന് കാണിച്ചിട്ടുണ്ട് എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അതേപോലെയാണ് നമ്മൾ ഈ ദിവ്യദർശനം എന്നൊക്കെ പറയുമ്പോൾ, അത് ദിവ്യദർശനം നമുക്ക് എന്തെന്ന് മനസ്സിലാക്കണം. ദിവ്യം എന്നാൽ ഐശ്വര്യാണ്. അത് നമുക്ക് എല്ലാവർക്കും ഒന്നും കാണാൻ പറ്റില്ല. ഒരു ദേവന്റെ നിലയിൽ എത്തിയവർക്ക് ദിവ്യ ദൃഷ്ടി കൊണ്ട് ഒരു ദിവ്യ ദർശനം, വിഷ്ണു ഭക്തന്മാരാണ് ദേവന്മാര്, അവർക്ക് ഈ ദിവ്യ ദർശനം സാധിക്കുകയുള്ളൂ എന്നും നമ്മൾ മനസ്സിലാക്കി തരുന്നു. ഇതാണ് ഈ 49ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു തരുന്നത്. പിന്നെ 50ാമത്തെ ശ്ലോകം നോക്കാം. സഞ്ജയ ഉവാച ഇത്യർജുനം വാസുദേവസ്തദോക്തോ സ്വകം രൂപം ദർശയമാസ ഭൂയക ആശ്വാസയാമാസ ച ഭീതമേനം ഭൂത്വാ പുനഃ സൗമ്യവ പുർമഹാത്മ. ഇതില് സഞ്ജയൻ പറഞ്ഞു കൊടുക്കുകയാണ് ധൃതരാഷ്ട്രനോട്. ഇങ്ങനെയൊക്കെ ഭഗവാൻ ഇങ്ങനെ അർജുനനോട് പറയാണല്ലോ, ഈ വിശ്വരൂപം കണ്ടിട്ട് നീ പേടിയാവണു. ഇതിന്റെ മുമ്പത്തെ ശ്ലോകത്തിൽ അതാണ് പറഞ്ഞത്. ഭയചകിതനായ നിനക്ക് എന്റെ ചതുർഭുജ രൂപം കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ തന്റെ യഥാർത്ഥമായ ചതുർഭുജ രൂപം അർജുനന് കാണിച്ചു കൊടുക്കുകയാണ് ധൈര്യം വരുത്താനായിട്ട്. പക്ഷെ അത് കണ്ടിട്ടും പിന്നീടും ഭീതനായിരുന്നു അർജുനൻ. അപ്പൊ അർജുനന് ധൈര്യം വരുത്താനായിട്ട് ഭഗവാൻ എന്താണ് ചെയ്തത്? സാധാരണ രൂപം, ഇരു കൈകളോട് കൂടിയ തന്റെ സാധാരണ രൂപം അർജുനന് കാണിച്ചു കൊടുത്തു. അർജുനൻ ആവശ്യപ്പെട്ടതനുസരിച്ച് വിശ്വരൂപം കാണണമെന്ന് പറഞ്ഞു. പിന്നെ ഭഗവാൻ വിശ്വരൂപം കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് 4 കൈകളോടുള്ള രൂപം കാണിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇരു കൈകളോട് കൂടിയതും കണ്ടു. ആർക്കും ഈ 4 കൈകളും ഇതൊന്നും ആർക്കും ഭക്തന്മാർക്ക് താല്പര്യമില്ല. അതുപോലെ വേറെ ഇത് പറയുന്നുണ്ട്, കൃഷ്ണൻ ദേവകി വസുദേവന്മാരുടെ പുത്രനായി ആദ്യം അവർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് ചതുർഭുജ രൂപനായിട്ടാണ്. ചതുർഭുജനായ നാരായണ രൂപത്തിലാണ് പ്രത്യക്ഷപ്പെട്ടത് അവിടെ. പിന്നെ മാതാപിതാക്കളുടെ ആവശ്യമനുസരിച്ച്, അപേക്ഷയനുസരിച്ച് ഒരു സാധാരണ മനുഷ്യ ശിശുവിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ അർജുനനും തന്നെ ചതുർഭുജാകൃതിയിൽ കാണണമെന്നതിൽ താല്പര്യമില്ല എന്ന് കൃഷ്ണന് അറിയാമായിരുന്നു. എങ്കിലും അർജുനൻ ആവശ്യപ്പെട്ടതനുസരിച്ചിട്ടാണ് ഇതെല്ലാം, ഈ രൂപങ്ങളെല്ലാം വന്നത്. ഭഗവാൻ ഒരു പരമ ദിവ്യോത്തമ പുരുഷനാണ്. ഭഗവാൻ അല്ലാതെ ഇങ്ങനെ രൂപങ്ങൾ മാറി പലതിലും വരാൻ പറ്റില്ലല്ലോ, വേറെ ആർക്കും സാധിക്കില്ല. ഭഗവാൻ പരമ ദിവ്യോത്തമ പുരുഷനായത് കൊണ്ടാണ് പറയുന്നത്. അപ്പൊ ഇതന്നെ അർജുനൻ ഇങ്ങനെയെല്ലാം ചെയ്തത് അർജുനൻ പഴയ സുഹൃത്താണ്. അതുകൊണ്ടാണ് ഈ നിലയിലെല്ലാം അതിഭുജാകൃതി തന്നെ സ്വീകരിച്ചു എന്നും ഇതിൽ പറയുന്നുണ്ട് ഈ ശ്ലോകത്തില്. പിന്നെ ഇതിൽ പറയുന്നുണ്ട് സൗമ്യവ പൂ എന്ന പദം വളരെ അർത്ഥവത്താണ്. ഇതില് അത് പറയുന്നത് എന്താ വെച്ചാൽ സൗമ്യവ പൂസ്, ഏറ്റവും സുന്ദരമായ ശരീരം അത്രേ സൗമ്യവ പൂസ്. അപ്പൊ കൃഷ്ണന്റെ ശരീര സൗകുമാര്യത്തിൽ എല്ലാവരും ആകൃഷ്ടരായിട്ട് ഇരിക്കുകയാണ്. അപ്പോ അദ്ദേഹം ഭക്തനായ അർജുനന്റെ ഭയം ശമിപ്പിച്ച് വീണ്ടും തന്റെ അത്യന്ത സുന്ദരമായ കൃഷ്ണരൂപം കാണിച്ചു കൊടുക്കുകയാണ്. ഏറ്റവും മനോഹരമായ ശരീരകാന്തിയുള്ള, അതാണ് ഇതിൽ ഇവിടെ പറയുന്നത് സൗമ്യവപുസ് എന്ന് പറയുമ്പോൾ ശരീരകാന്തിയുള്ള ആ ഭഗവാന്റെ, എല്ലാവരും ആകൃഷ്ടരായിരിക്കുന്ന ആ ഭഗവാന്റെ രൂപം ഭഗവാൻ അർജുനന് കാണിച്ചു കൊടുത്തു എന്ന് പറയുന്നു. അതില് പിന്നെ ബ്രഹ്മസംഹിതയില് പാടുന്നുണ്ട്, പ്രേമാഞ്ജന ചുരിത ഭക്തി വിലോചന എന്ന്. അതായത് പ്രേമത്തിന്റെ, ഭക്തിയുടെ അഞ്ജനമെഴുതിയ കണ്ണുകൾക്ക് മാത്രമേ ഈ സുന്ദരമായ ശ്രീകൃഷ്ണ രൂപം കാണാൻ കഴിയൂ. നമ്മൾ വെറുതെ കാണാൻ പറ്റില്ല. ആർക്കായാലും ഭക്തിയോടെ, കണ്ണുകളിൽ ഭക്തി വരണം. കണ്ണുകളിലെല്ലാം മനസ്സിൽ വരുമ്പോൾ എല്ലാം മുഖത്ത് പ്രത്യക്ഷപ്പെടുമല്ലോ. അപ്പൊ അപ്പോഴാണ് ഭഗവാനെ ശരിക്കും ദർശിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇനി ശ്ലോകം 51 നോക്കാം. അതില് അർജുന ഉവാച ദൃഷ്ടേദം മാനുഷം രൂപം തവ സൗമ്യം ജനാർദ്ദന ഇദാനീമസ്മി സംവൃദ്ധ സചേത പ്രകൃതിം ഗതഃ. കൃഷ്ണനെ ഇങ്ങനെ സ്വന്തം രൂപത്തിൽ കണ്ടപ്പോൾ അർജുനൻ പറയാണ്, ജനാർദ്ദന, അങ്ങയുടെ അത്യന്ത സുന്ദരമായ
ഈ മാനുഷിക ആകാരം കണ്ടിട്ട് ഇപ്പോൾ ഞാൻ മുൻമുട്ടിലായി, എൻ്റെ മനസ്സ് ശാന്തമായി. അതായത് ഈ ഇരുകൈകളോട് കൂടിയ രൂപം കണ്ടപ്പോൾ കൃഷ്ണൻ അർജുനന്റെ എല്ലാ ഭീതിയും അകന്ന് വളരെ ശാന്തമനസ്കനായി, എല്ലാം സാധാരണ പോലെയായി എന്നാണ് പറയുന്നത്. ഭഗവാന്റെ ഈ ഒറിജിനൽ ഫോമാണ്. വിശ്വരൂപവും ചതുർഭുജ രൂപവും കണ്ടപ്പോഴൊക്കെ അർജുനൻ എന്തായിരുന്നു? പേടി, ഭീതി ഒക്കെ ആയിരുന്നു, മനസ്സിന് അശാന്തിയായിരുന്നു. അപ്പൊ ഈ ആകപ്പാടെ മനസ്സിന് ഈ ദ്വിജരൂപം കണ്ടപ്പോൾ അദ്ദേഹത്തിന് പഴയ പോലെ ശാന്തമായി എൻ്റെ ഒറിജിനൽ സ്വഭാവത്തിലേക്ക് വന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഏറ്റവും ഭംഗിയുള്ളതും ഭക്തന്മാർ ആഗ്രഹിക്കുന്നതുമാണ് ഇരുകൈകളോട് കൂടിയ ഈ രൂപം എന്ന് ഇതിൽ പറയുന്നു. പിന്നെ ശ്ലോകം 52 നോക്കാം. ശ്രീ ഭഗവാനുവാച സുദുർദർശമിതം രൂപം ദൃഷ്ടവാനസി യന്മമ ദേവോ അഭ്യസ്യ രൂപസ്യ നിത്യം ദർശന കാംക്ഷിണഃ. അത് ഭഗവാൻ പറയാണ്, പ്രിയ അർജുന, നീ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ രൂപം കാണുവാൻ ഏറെ പ്രയാസമുള്ളതാണ്. ദേവന്മാർക്ക് പോലും ഈ പ്രിയതരമായ രൂപത്തെ കാണുവാൻ അവസരം പാർത്തു കഴിയുന്നു. അപ്പൊ ഇത് വളരെ വിശ്വരൂപത്തിനേക്കാളും ചതുർഭുജ രൂപത്തിനേക്കാളും ഏറ്റവും വിശേഷപ്പെട്ടതും ഏറ്റവും കാണാൻ പ്രയാസമേറിയതുമാണ് ഇരുകൈകളോട് കൂടിയ ഭഗവാന്റെ രൂപം. പിന്നെ ഈ അധ്യായത്തിലെ തന്നെ 48-ാം ശ്ലോകത്തിൽ പറയുന്നു, വിശ്വരൂപം കാണിച്ചതിനു ശേഷം കൃഷ്ണൻ പറയുന്നുണ്ട്, അനേകം സൽക്കർമ്മങ്ങളാലോ യജ്ഞാനുഷ്ഠാനങ്ങളാലോ നേടാവുന്നതല്ല ഈ ദർശനമെന്ന്. നല്ല പുണ്യം ചെയ്തവർക്ക് മാത്രം, അതായത് ഈ യജ്ഞങ്ങളോ ബാക്കി കുറെ അനുഷ്ഠാനങ്ങളോ ചെയ്താൽ പോലും ഈ ദർശനം കിട്ടുകയില്ല. ഇവിടെ സുദുർദർശം എന്ന് പറയുന്നുണ്ട് ഈ ശ്ലോകത്തില്. അതായത് ദ്വിഭുജമായ കൃഷ്ണന്റെ സാധാരണ രൂപത്തെ കുറിച്ചാണ്. അത് കൂടുതൽ ഗോപ്യമാണ്, അത് ഏറ്റവും പ്രയാസമേറിയതാണ് കാണാൻ എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. തപസ്, വേദപഠനം, തത്വചിന്തനം ഇവയോടൊപ്പം അല്പം ഭക്തി സാധനയുണ്ടെങ്കിൽ കൃഷ്ണന്റെ വിശ്വരൂപം ദർശിക്കാൻ സാധിച്ചെന്ന് വരാം. ഭക്തി ലേശമുണ്ടെങ്കിൽ മാത്രം എന്ന് ഇവിടെ പറയുന്നു. പക്ഷെ ആ വിശ്വരൂപത്തിനും അതീത, ഇപ്പൊ വിശ്വരൂപം കാണാൻ തന്നെ തപസ്സും വേദപഠനം, തത്വചിന്തനം, ഭക്തി ഇതെല്ലാം ഉണ്ടെങ്കിൽ ഭക്തന്മാർക്ക്, ശരിയായ ഭക്തന്മാർക്ക് അത് കാണാൻ പറ്റുമായിരിക്കാം. പക്ഷേ ഇത് വിശ്വരൂപം ആയിരിക്കാം, ഭക്തി ലേശമുണ്ടെങ്കിൽ മാത്രം. പക്ഷെ വിശ്വരൂപത്തിന് അതീതമായതാണ് കൃഷ്ണന്റെ ഈ ദ്വിഭുജ രൂപം, അതായത് ഇരുകൈകളോടുകൂടിയ രൂപം. അത് കാണാൻ പ്രയാസമാണ്. ബ്രഹ്മാവ്, ശിവൻ മുതലായ ദേവന്മാർക്ക് പോലും എളുപ്പത്തിൽ ദൃശ്യമല്ല. ഈ ഇരുകൈകളോട് പോയ രൂപം കാണാൻ അർജുനന് ആണ് ഏറ്റവും ഭാഗ്യം ലഭിച്ചിരിക്കുന്നത്. അത് കാണാൻ ഏറ്റവും പ്രയാസമേറിയതാണെന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. പിന്നെ അവരും കൂടിയും ബ്രഹ്മാവ്, ശിവൻ അവരെല്ലാവരും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ് ഭഗവാന്റെ ഈ രൂപം കാണാൻ, ദ്വിഭുജ രൂപത്തിൽ കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. കൃഷ്ണൻ അമ്മയായ ദേവകിയുടെ ഗർഭത്തിലിരിക്കുമ്പോൾ ആ അത്ഭുതം കാണാനായിട്ട് സർവ്വദേവന്മാരും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നുവെന്നും ഭാഗവതത്തിൽ പറയുന്നുണ്ട്. പിന്നെ അവര് വന്നിട്ട് അവര് കുറെ സ്തോത്രങ്ങളും എല്ലാം ചൊല്ലി അവിടെ പുകഴ്ത്തി ഭഗവാനെ കാണാൻ കാത്തു നിന്നു എന്ന് പറയുന്നു. കൃഷ്ണന്റെ ഈ ഇരുകൈകളോട് കൂടിയ രൂപം കാണാൻ ആഗ്രഹിക്കുന്നവരാണ് ബ്രഹ്മാവും ശിവനും ഉൾപ്പെടെയുള്ള എല്ലാ ദേവന്മാരും. അപ്പൊ ഭഗവാൻ പറയണ, അർജുന, നിനക്കാണ് ഏറ്റവും ഈ ഭാഗ്യം ലഭിച്ചത്. അപ്പൊ ഈ ഭഗവാന്റെ ഈ രൂപമാണ് ശരിക്കുള്ള രൂപം, ദർശനയോഗ്യമായിട്ടുള്ളതാണ്. അതാണ് ഈ ശ്ലോകത്തിലും ഒക്കെ, ഇപ്പൊ ഇതിന് മുമ്പുള്ള ശ്ലോകങ്ങളിലും എല്ലാം പറയുന്നതൊക്കെ ഒരേപോലെ തന്നെയാണ്. അതായത് വിശ്വരൂപം കണ്ടതും അർജുനൻ പേടിയതായതും പിന്നെ വീണ്ടും ചതുർഭുജ രൂപത്തിൽ വരുന്നതും ഒക്കെ തന്നെയാണ് പറയുന്നത്. ഇപ്പൊ ഭഗവത്ഗീതയില് 9-ാം ചാപ്റ്ററിലെ 11-ാം ശ്ലോകത്തിലും പറയുന്നുണ്ട്, അവജാനന്തി മാമൂഢ മാനുഷീം തനുമാശ്രിതം പറയുന്ന, അതിൽ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, തന്നെ അപഹസിക്കുന്ന മൂഢന്മാർക്ക് ഒരിക്കലും ഞാൻ ദൃശ്യനല്ല എന്ന് ഭഗവാൻ തീർത്ത് പറയുന്നുണ്ട്. അതുപോലെ നമ്മളൊക്കെ മനസ്സിലാക്കണം, ഭഗവാന്റെ ശരീരം ആധ്യാത്മികവും ആനന്ദമയവും ശാശ്വതവുമാണ്. അല്ലാതെ അതൊരു ഭൗതിക ശരീരം പോലുള്ളതല്ല. ഇതെല്ലാം ആണ് ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. കൃഷ്ണന്റെ വിശ്വരൂപം കാണാൻ സാമാന്യ ജനങ്ങൾക്ക് പ്രയാസമാണ്. വീണ്ടും അതെന്നെ പറയുന്നു, അതിലേറെ പ്രയാസമുള്ളതാണ് അദ്ദേഹത്തിന്റെ ശ്യാമസുന്ദരമൂർത്തിയായി കാണുന്നത് എന്ന് സാരം. അപ്പൊ ഈ എല്ലാത്തിലും ശ്ലോകങ്ങളിൽ പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ആ രൂപം കാണാൻ വളരെ
ഭാഗ്യം ചെയ്തിരിക്കണം എന്നാണ് ഈ 3-4 ശ്ലോകങ്ങളിൽ കൂടെ ഉള്ള പറയുന്നത്. അതാണ് എനിക്ക് മനസ്സിലായത്. ഹരി ഓം. ഹരി ഓം. അടുത്ത ഇതിന്റെ ചാൻഡിങ് ഗൈഡൻസ് നൽകുന്നതിന് വേണ്ടിയിട്ട് രമയ്ക്കയും റിപ്പീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ശോഭയ്ക്കയും ക്ഷണിച്ചുകൊള്ളുന്നു. ഹരി ഓം അക്ക. ഹരി ഓം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 53. നാഹം വേദൈർന തപസാ ന ദാനേന ന ചേച്യയാ. നാഹം വേദൈർന തപസാ ന ദാനേന ന ചേജ്യയാ. ശക്യ ഏവം വിദോ ദ്രഷ്ടും ദൃഷ്ടവാനസി മാം യഥാ. ശക്യ ഏവം വിദോ ദ്രഷ്ടും ദൃഷ്ടവാനസി മാം യഥാ. നാഹം വേദൈർന തപസാ ന ദാനേന ന ചേച്യയാ. ശക്യ ഏവം വിദോ ദ്രഷ്ടും ദൃഷ്ടവാനസി മാം യഥാ. നാഹം വേദൈർന തപസാ ന ദാനേന ന ചേജ്യയാ. ശക്യ ഏവം വിദോ ദ്രഷ്ടും ദൃഷ്ടവാനസി മാം യഥാ. ശ്ലോകം 54. ഭക്ത്യാ ത്വനന്യയാ ശക്യ അഹമേവം വിദോർജുന. ഭക്ത്യാ ത്വനന്യയാ ശക്യ അഹമേവം വിദോർജുന. ജ്ഞാതും ദ്രഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരം തപ. ജ്ഞാതും ദ്രഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരന്തപ. ഭക്ത്യാ ത്വനന്യയാ ശക്യ അഹമേവം വിദോർജുന. ജ്ഞാതും ദ്രഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരം തപ. ഭക്ത്യാ തനന്യയ ശക്യ അഹമേവം വിദോർജുന. ജ്ഞാതും ദ്രഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരന്തപ. ശ്ലോകം 55. മത്കർമ്മ കൃന്മത്പരമോ മദ്ഭക്ത സംഗവർജിതഃ. മത്കർമ്മ കൃന്മത്പരമോ മദ്ഭക്ത സംഗവർജിതഃ. നിർവൈരഃ സർവഭൂതേഷു യഃ സമാമേതി പാണ്ഡവ. നിർവൈര സർവഭൂതേഷു യഃ സമാമേതി പാണ്ഡവ. മത്കർമ്മ കൃന്മത്പരമോ മദ്ഭക്ത സംഗവർജിതഃ. നിർവൈരഃ സർവഭൂതേഷു യഃ സമാമേതി പാണ്ഡവ. മത്കർമ്മ കൃന്മത്പരമോ മദ്ഭക്ത സംഗവർജിതഃ. നിർവൈര സർവഭൂതേഷു യഃ സമാമേതി പാണ്ഡവ. ഇവിടെ 11-ാം അധ്യായം അവസാനിക്കുകയാണ്. പാർവതിക വായിക്കൂ. ഇത് ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ വിശ്വരൂപ ദർശന യോഗോ നാമ ഏകാദശോധ്യായഃ സമാപ്തഃ. ഹരി ഓം. അടുത്തതായി നമുക്ക് വ്യാഖ്യാനം കേൾക്കാം. നമോ നാരായണായ. ഹരി ഓം. നമ്മള് 52-ാമത്തെ
ശ്ലോകം വരെ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. ഇത് വിശ്വദർശന യോഗമാണ്, വിശ്വരൂപ ദർശന യോഗമാണ്. ആ വിശ്വരൂപ ദർശനത്തിൽ 55 ശ്ലോകത്തെ കൊണ്ടാണ് ഇത് പരിസമാപ്തിയായിരിക്കുന്നത്. ഇനി 53-ാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് നോക്കാം. നാഹം വേദൈർന തപസാ ന ദാനേന ന ചേജ്യയാ ശക്യ ഏവം വിധോ ദ്രഷ്ടും ദൃഷ്ടവാനസി മാം യഥാ. ഇത് മമ യത് രൂപം ദൃഷ്ടവാൻ അസി, നീ ദർശിച്ച എന്റെ തത് ഇതം സുദുർദശം, അത് കാണാൻ വലിയ ബുദ്ധിമുട്ടാണ്. ദേവാഹ അഭി നിത്യം അസ്യ, ദേവന്മാർ പോലും ദർശനകാംക്ഷിണം, ഈ രൂപം കാണാൻ ആഗ്രഹിക്കുന്നു. രൂപസ്യ ദൃഷ്ടവാൻ അസി, എന്നെ ഏതു വിധത്തിൽ നീ കണ്ടുവോ ഏവം വിധ അഹം, ആ വിധത്തിലുള്ള എന്റെ വിശ്വരൂപത്തെ വേദൈഹി തപസാദാനേന ഇജ്ജയിച്ച, വേദപഠനം, തപസ്, ദാനം, യജ്ഞം, ദ്രഷ്ടും ന ശക്യ, എന്നിവ കൊണ്ടൊന്നും കാണാനാവില്ല എന്നാണ് പറയുന്നത്. നമുക്കൊന്ന് ഇതെന്താണെന്നൊന്ന് ഒന്നും കൂടി വിസ്തരിച്ച് നോക്കാം. അർജുനൻ കണ്ട വിശ്വരൂപം മറ്റാർക്കും ഇത്രയും എളുപ്പത്തിൽ കാണാൻ സാധിച്ചിട്ടില്ല എന്ന് ഭഗവാൻ പറഞ്ഞു. ദേവന്മാർ പോലും കാണുവാൻ ആഗ്രഹിക്കുന്ന രൂപമാണിത്. വേദോപനിഷത്തുകൾ പഠിച്ചതുകൊണ്ടോ തപസ്, ദാനം, യജ്ഞം എന്നിവ കൊണ്ടോ ഭഗവാന്റെ വിശ്വരൂപം കാണാൻ സാധ്യമല്ല എന്നിവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ മനസ്സുകൊണ്ട് മനസ്സിൽ ആവാഹിച്ച് എടുത്ത് അതിന്റെ ശരിയായ അർത്ഥതലത്തിലേക്ക് ചിന്തിച്ചുകൊണ്ട് ശ്രദ്ധിച്ചാൽ തീർച്ചയായും കാണാൻ സാധിക്കും. അങ്ങനെയുമുണ്ട്. അപ്പോൾ ഭഗവാൻ ഇവിടെ ഉപയോഗിച്ച സുദുർദർശനം എന്ന വാക്കിന്റെ അർത്ഥം അനുപമമാണ്. സു, ദു, ദർശനം എന്ന 3 വാക്കുകൾ അടങ്ങിയതാണ് ഈ ശബ്ദം. അപ്പൊ സു എന്നാൽ മംഗളം, ദു എന്നാൽ ബുദ്ധിമുട്ട്, ദർശനം എന്നാൽ കാണുക. അപ്പൊ 3 വാക്കുകളും ഒന്നിച്ചു ചേരുമ്പോൾ ഭഗവാന്റെ വിശ്വരൂപം പരമമംഗളമാണെങ്കിലും അത് കാണുവാൻ വളരെ പ്രയാസം തന്നെ എന്നുള്ള സൂചന അവിടെ ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് 54-ലേക്ക് കടക്കാം. ഭക്ത്യാത്വനന്യയാ ശക്യഃ അഹമേവം വിധോർജുനഃ ജ്ഞാതും ദ്രഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരന്തപ. തു പരന്തപ അർജുന, എന്നാൽ അർജുന, ഏവം വിധഃ അഹം, ഇപ്രകാരമുള്ള എന്റെ സ്വരൂപത്തെ തത്വേന ജ്ഞാതും, ശരിയായി അറിയുവാനും കാണുവാനും മാത്രമല്ല, പിന്നെ ദ്രഷ്ടും പ്രവേഷ്ടും ച, അതുമായി ചേരാനും, അനന്യയാ ഭക്ത്യാ ശക്യഃ, അനന്യ ഭക്തി കൊണ്ട് സാധിക്കുന്നതാണ്. തന്മയീ ഭാവമാണ് പ്രേമഭക്തിയുടെ ലക്ഷ്യം. ആരാധ്യ ദേവനുമായി ആരാധകനോ ആരാധികയോ ലയിക്കുക എന്ന അവസ്ഥ ഭക്തിയുടെ പരമകാഷ്ഠയാണ്. ഇപ്പോ രാധയും കൃഷ്ണനുമായിട്ടുള്ള ആ അനന്യമായ പ്രേമം, അതും ഇവിടെ നമുക്ക് വേണമെങ്കിൽ സൂചിപ്പിക്കാവുന്നതാണ്. എന്തായാലും എന്റെ സ്വരൂപത്തെ അറിയുകയും ദർശിക്കുകയും അതുമായി തന്മയീ ഭാവം പ്രാപിക്കുകയും ചെയ്യണമെങ്കിൽ അനന്യ ഭക്തി അത്യാവശ്യമാണെന്ന് ഭഗവാൻ അറിയിക്കുന്നു. ഭക്തിയുടെ ന്യൂനത അർജുനനിൽ ഭഗവാൻ കാണുന്നുണ്ട്. ഇപ്പൊ ഭക്തി ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? സാധകന്റെ ശ്രമം വിജയത്തിലെത്താൻ വിഷമമാണ്. ബൗദ്ധികമായി ഭഗവാനെ അറിയുവാൻ വളരെ പ്രയാസമാണ്. എന്നാൽ ഭക്തി ഉണ്ടെങ്കിൽ മനസ്സിൽ എളുപ്പം ഭഗവാനെ പ്രതിഫലിപ്പിക്കാം. അഹല്യ, ശബരി, കൗസല്യ, സ്വയം പ്രഭ തുടങ്ങിയ സ്ത്രീകൾക്കെല്ലാം ഭഗവത് ദർശനം ലഭ്യമായത് അവരുടെ വേദാന്ത വിജ്ഞാനം കൊണ്ടല്ല, നേരെ മറിച്ച് അവരുടെ അനന്യ ഭക്തി കൊണ്ടാണ്.
കുചേലന്റെയും ഹനുമാന്റെയും ഭക്തി ഇവിടെ സ്മരണീയമാണ്. അവരുടെ അനന്യ ഭക്തി കൊണ്ട് ഭഗവാനുമായി തന്മയീഭാവം പ്രാപിക്കുവാൻ അവർക്ക് സാധിച്ചു എന്നാണ് നമ്മൾ ഇവിടെ നിന്നും ഈ ശ്ലോകത്തിൽ നിന്നും മനസ്സിലാക്കുന്നത്. അടുത്തത് 55-ാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് നോക്കാം. മത് കർമ്മ കൃത് മത് പരമോ മദ്ഭക്ത സംഗവർജിതഃ നിർവൈര സർവഭൂതേഷു യസ്സമാമേതി പാണ്ഡവ. പാണ്ഡവ അല്ലയോ പാണ്ഡവ, അർജുന വിളിക്കുകയാണ്. മത് കർമ്മകൃത്ത്, എനിക്ക് വേണ്ടി സർവകാമങ്ങളും ചെയ്യുന്നവനും, മത് പരമ, എന്നെ തന്നെ പരമമായ ആശ്രയമായി കാണുന്നവനും, മത് ഭക്ത, എന്റെ ഭക്തനും, സംഘവർജിത, മറ്റ് ബന്ധമില്ലാത്തവനും, സർവഭൂതേഷു, എല്ലാ ജീവികളിലും, നിർവൈരഹ, ശത്രുതയില്ലാത്തവനും, സ മാം യേതി, ആരോ അവൻ എന്നെ പ്രാപിക്കുന്നു. അപ്പോ വിശ്വരൂപ ദർശനത്തിന്റെ ഈ അവസാന ശ്ലോകത്തിൽ ഭഗവാൻ ഒരു സാധകൻ ഉണ്ടാവേണ്ട അത്യാവശ്യ ഗുണങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. അപ്പൊ മത് കർമ്മകൃത്ത് അതെന്താണ്? എല്ലാ കർമ്മങ്ങളും ഈശ്വരന് വേണ്ടി ചെയ്യുന്നു എങ്കിൽ അതെപ്പോഴും സൽക്കർമ്മമായിരിക്കും. ഈശ്വരന് വേണ്ടി ചെയ്യുമ്പോൾ ആരും ദുഷ്കർമ്മം ചെയ്യുകയില്ലല്ലോ. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അടുത്തത് മത് പരമ, ഒരൊറ്റ ലക്ഷ്യമേ ഭക്തന് പാടുള്ളൂ. ആ ലക്ഷ്യമാകട്ടെ പരമാത്മാവായ ഭഗവാനെ മാത്രമായിരിക്കണം. അതാണ് പറയുന്നത്. അടുത്തത് മത് ഭക്ത, ഭഗവത് പ്രേമത്തെയാണ് ഭക്തി എന്ന് പറയുന്നത്. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നിഷ്കളങ്കമായ പ്രേമം ഭഗവാന് നൽകുന്ന ഭക്തൻ ഭഗവത് ഭക്തനാണ്. അടുത്തത് സംഘവർജിത, ഭഗവാനോട് മാത്രമേ ബന്ധമുണ്ടായിരിക്കാൻ പാടുള്ളൂ, മറ്റൊന്നിനോടും ഒട്ടൽ പാടില്ല. അടുത്തത് സർവഭൂതേഷു നിർവൈരഹ, എല്ലാ ജീവജാലങ്ങളോടും സഹാനുഭൂതി ഉണ്ടായിരിക്കണം. അവയെ പീഡിപ്പിക്കുന്നവൻ ഭഗവത് ഭക്തനല്ല. പ്രസ്തുത 5 ഗുണങ്ങളും ഏതൊരു ഭക്തനുണ്ടോ അവൻ ഭഗവാനെ പ്രാപിക്കുന്നു എന്നാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ നമ്മെ പഠിപ്പിച്ചു തരുന്നത്. 1000 സൂര്യന്മാര് ഒന്നിച്ചുദിച്ചാൽ ഉണ്ടാവുന്ന പ്രഭയ്ക്ക് സമാനമായി ഭഗവാന്റെ വിശ്വരൂപം ദർശിച്ചു, പ്രകാശിച്ചു. ഭഗവാന്റെ ശരീരത്തിൽ വിശ്വം മുഴുവനും ജ്ഞാന ചക്ഷുസിലൂടെ അർജുനൻ ദർശിച്ചു. വിശ്വരൂപം ഉൾക്കൊള്ളാൻ സാധിക്കാതെ ഭയപ്പെട്ട അർജുനൻ മനുഷ്യരൂപത്തിലേക്ക് മാറുവാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചു. അനന്യ ഭക്തിയുള്ളവർക്ക് ഭഗവാന്റെ വിശ്വരൂപം ദർശിക്കാനും അതിൽ ലയിക്കുവാനും സാധിക്കുകയുള്ളൂ എന്ന് നമ്മള് ഈ അധ്യായത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നോക്കാം, ഒന്നും കൂടി നോക്കാം. 7, 8, 10 അധ്യായങ്ങളിൽ ഭഗവാൻ മഹാത്മ്യങ്ങളെയും വിഭൂതികളെയും ചുരുക്കിയും സാമാന്യം വിസ്തരിച്ചും പറഞ്ഞു തന്നു. അവ ഈ ലോകത്തിൽ തന്നെ ഗ്രഹിക്കപ്പെടാത്ത അവയാണ്. അതായത് അരൂപനും അസംഗനും പരമകാരണവുമായ ഭഗവാന്റെ അലൗകിക ശക്തികളും വിഭൂതികളുമെല്ലാം അടങ്ങി നിൽക്കുന്നതാണ് ഈ ലോകം എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓരോ അണുക്കളിലുമുള്ള ശക്തികളെല്ലാം പ്രകടമാകുന്നത് ആ ശക്തി പ്രകടമാകുന്നത് എന്താണെന്ന് വെച്ചാൽ പറയേണ്ടതായിട്ട് സാധിക്കുന്നില്ല. ഈ വിഷയം മുമ്പ് പ്രതിപാദിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ആ അധ്യായങ്ങളിലൂടെ നമ്മൾ നല്ല വൃത്തിയായിട്ട് സഞ്ചരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ചത് പറയേണ്ട കാര്യമില്ല. അപ്പൊ വിവേകികൾ ഇങ്ങനെയുള്ള മഹാത്മ്യങ്ങളോട് കൂടിയ വിഭൂതികളിലൂടെ ഈ ലോകത്തെ നോക്കിയും കൊണ്ട് ഈശ്വരന്റെ അസ്തിത്വവും തത്വവും ഗ്രഹിക്കുന്നു. ഇങ്ങനെയുള്ള മഹാത്മ്യങ്ങളോട് കൂടിയ വിഭൂതികൾ നിറഞ്ഞ ഈ ലോകം ഭഗവാന്റെ വ്യാപകമായ രൂപത്തിന്റെ ഒരു ചെറുഭാഗം മാത്രമാണ്. ഇതെല്ലാം മനസ്സിലാക്കിയ അർജുനൻ ആ മഹാത്മ്യങ്ങൾക്ക് ഇരിപ്പിടമായ ലോകത്തെ അഥവാ ലോകരൂപിയായ ഭഗവാന്റെ വിശ്വരൂപത്തെ കാണാൻ ആഗ്രഹിച്ചു. കേവലം ഭൗതികങ്ങളും ഭൗതിക ശക്തികളും നിറഞ്ഞു നിൽക്കുന്നതാണ് ഈ പ്രപഞ്ചമെന്ന് വിചാരിക്കുന്നവരെ ഇതിനെല്ലാം കാരണമായും
ധാരകമായും നിൽക്കുന്ന ചൈതന്യത്തോടു കൂടിയേ അവയ്ക്കിവിടെ സ്ഥാനമുള്ളൂ എന്ന് ഒന്നാമതായി അറിയിക്കുന്നു. അതുപോലെ ആധിഭൗതികവും അതിദേവികവും ആധ്യാത്മികവുമായിട്ടല്ലാതെ ഈ പ്രപഞ്ചത്തെ വിവേകികൾക്ക് അറിയുവാൻ സാധിക്കുന്നില്ല. ഈ കാര്യകാരണ സംഘാതങ്ങൾക്കെല്ലാം ഉത്പത്തി സ്ഥിതി ലയ കാരണം ഭഗവാനാണ്. ആ കാരണത്തെ വിട്ട് ഒരിക്കലും നിലനിൽക്കുകയില്ല. കാര്യത്തിന്റെ നാശം കൊണ്ട് കാരണം നശിക്കണമെന്ന് നിയമവുമില്ല. കാര്യത്തിന്റെ ഉത്പത്തിക്ക് മുൻപും കാരണമില്ലാതെയും ഇരിക്കുന്നില്ല. ഇങ്ങനെ ഉൽപ്പത്തിക്ക് മുമ്പും നാശത്തിന് ശേഷവും ഇരിക്കുന്ന കാരണം സ്ഥിതി കാലത്തിലും കാര്യരൂപേണ ഇരിക്കുന്നുവെന്നേ ഉള്ളൂ. കാരണമെന്ന വ്യവഹാരം തന്നെ സ്വകാര്യത്തെ അപേക്ഷിച്ചു മാത്രമുള്ളതാണ്. അതുകൊണ്ട് സർവകാരണമാണെന്നറിയപ്പെടുന്ന ആത്മതത്വത്തെ അതിലംഘിച്ച് കാര്യമെന്നറിയപ്പെടുന്ന ഈ പ്രപഞ്ചം ഇരിക്കുകയില്ല. ഈ തത്വം നല്ല പോലെ ഗ്രഹിച്ച അർജുനൻ പരമകാരണനായ ഭഗവാൻ അനേകം വിഭൂതികളോടും നാനാശക്തികളോടും കൂടിയ ഈ വിശ്വത്തിന്റെ രൂപത്തിൽ, അതായത് കാര്യത്തിന്റെ രൂപത്തിൽ ഇരിക്കുന്ന നില തനിക്കു കാണിച്ചു തരാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചു. കാലഭേദം കൊണ്ടും ദേശഭേദം കൊണ്ടും ഇന്ദ്രിയങ്ങൾക്ക് വിഷയമാകാതെ കിടക്കുന്ന വസ്തുക്കളെ എങ്ങനെയെങ്കിലും ഗ്രഹിപ്പാൻ ഈ ഇന്ദ്രിയങ്ങൾക്ക് സാധ്യമല്ല എന്ന് നിശ്ചയമുള്ള അർജുനൻ അതിനുള്ള കഴിവ് ഭഗവത് പ്രസാദം കൊണ്ട് സിദ്ധിക്കണമെന്ന് വിചാരിച്ച് ഭഗവാനോട് തന്റെ ആഗ്രഹം അറിയിച്ചു. ഭക്തനായ അർജുനന്റെ ഇന്ദ്രിയങ്ങൾക്ക് അലൗകിക വസ്തുതകളെ ഗ്രഹിപ്പാനുള്ള ശക്തി അനുകമ്പയോടുകൂടി ഭഗവാൻ കൊടുത്തു. ആ ദിവ്യ ദൃഷ്ടി കൊണ്ട് ഇന്ദ്രിയങ്ങൾക്ക് സിദ്ധിച്ച കാലം, ദേശം മുതലായവ കൊണ്ട് മറവില്ലാത്ത ജ്ഞാനശക്തി കൊണ്ട് തന്റെ സാരഥിയായ ഭഗവാനെ അർജുനൻ നോക്കുന്നു. ജ്ഞാനമംഗളമായ മറ്റൊരു സ്വരൂപത്തെ അർജുനൻ അതിൽ കാണുന്നു. നാനാവിധ രത്നങ്ങൾ പതിച്ച കിരീടവും വിശാലമായ നെറ്റിത്തടത്തിൽ പുരികങ്ങളുടെ ഇടയിൽ കൂടി ശോഭിക്കുന്ന ഊർധ്വപുണ്ഡ്രവും മന്ദസ്മിതം തൂകുന്ന തിരുമുഖവും ഭക്തന്മാരെ അനുഗ്രഹിക്കുന്ന കടാക്ഷങ്ങളും മകരകുണ്ടലങ്ങളുടെ ഇളക്കത്തിൽ ഒന്നുകൂടി മിന്നുന്ന കവിൾത്തടങ്ങളും അതുപോലെ വൃത്താകാരത്തിൽ തടിച്ച കണ്ഠത്തിൽ മാറിന് മുകളിൽ തൂങ്ങുന്ന കൗസ്തുഭമണിയും ശംഖചക്ര ഗദാ പത്മങ്ങളോട് കൂടിയ 4 കൈകളും വിരിഞ്ഞ മാറിലൂടെ കാൽമുട്ടുകൾ വരെ തൂങ്ങിക്കിടക്കുന്ന വനമാലയും പീതാംബരവും അരഞ്ഞാണവും കൈവള കാൽവള തോൾവള കൈവള തോൾവള അതുപോലെ തള മുതലായ അലങ്കാരങ്ങളും ചേർന്നു നിൽക്കുന്ന ആ സൗന്ദര്യധാമത്തെ അർജുനൻ കാണുന്നു. ആനന്ദാതിരേകം കൊണ്ട് ഹർഷാശ്രു തൂകി രോമാഞ്ചകഞ്ചുകനായി നിൽക്കുന്നു. കണ്ട ആ അംഗപ്രത്യങ്ങളിലെല്ലാം ഓരോ ഗോളരാശിയായി മാറുന്നു. അങ്ങനെ അനേകം ഗോളങ്ങളെ അവയിലുള്ള ചരാചര വസ്തുക്കളോടുകൂടി ചേതനയോടുകൂടി മാറി അങ്ങനെ അർജുനൻ കണ്ടുകൊണ്ടിരിക്കുന്നു. ഭഗവാന്റെ ശാന്തസുന്ദരമായ ബ്രഹ്മാണ്ട കോടികളെ കൊണ്ട് നിറഞ്ഞ വിശ്വരൂപമായി കാണുന്നു. അർജുനൻ കണ്ട ഈ വിശ്വരൂപം, ഈ കാലരൂപം സംഹാര സ്വരൂപമായിരുന്നു. യുദ്ധരംഗത്തിൽ അതിനാണല്ലോ പ്രസക്തിയുള്ളത്. അർജുനൻ മുമ്പ് കണ്ടതും കേട്ടതുമായ ആദിത്യൻ, വസുക്കൾ, ദേവന്മാർ, ഋഷികൾ മുതലായവരെ മാത്രമല്ല, പണ്ടു കാണാത്തതും കേൾക്കാത്തതുമായ അനേകം വിശേഷ വസ്തുക്കളെയും അവിടെ കാണുകയുണ്ടായി. ഒരു മുഖത്തെ തന്നെ അനേകായിരം മുഖങ്ങളായി അവൻ കണ്ടു. മുല്ലമൊട്ടുപോലെ സുന്ദരമായ പല്ലുകൾ ദംഷ്ട്രകളോട് കൂടിയ ഭയാനകങ്ങളായി അവിടെ കാണപ്പെട്ടു. 4 കൈകളെ സംഖ്യാതീതമായ കൈകളായി കണ്ടു. അവയിലെല്ലാം ഉഗ്രങ്ങളായ ആയുധങ്ങളും ഉണ്ടായിരുന്നു. അതുപോലെ അസംഖ്യാതീതമായ കാലുകളെയും കണ്ടു. കണ്ണുകൾക്കും കാതുകൾക്കും അവൻ സംഖ്യ കണ്ടില്ല. ഈ ലോകത്തിലുള്ള പ്രാണികളുടെയോ അവയുടെ അംഗപ്രത്യംഗങ്ങളെ കൊണ്ട് നിറഞ്ഞ ഗോളങ്ങളുടെ അളവും അർജുനന് അപ്പോൾ ലഭിച്ചില്ല. സംഹാരരൂപനായ ഈ ഭഗവാന്റെ മുഖത്ത് നിന്ന് അഗ്നിജ്വാലകൾ വമിക്കുന്നതായും അവൻ കണ്ടു. അങ്ങനെ ഇതെല്ലാം വിസ്തരിച്ച് അർജുനൻ കണ്ടു. അതിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ എന്റെ രൂപത്തിൽ പാണ്ഡവന്മാരും 100 അവരുടെ സഹായികളും എല്ലാം എത്രമാത്രം ഉണ്ടെന്ന് നീ ആലോചിക്കൂ. ഇതെല്ലാം കാണിച്ചു കൊടുക്കുകയാണ്.
ഈ യുദ്ധം, ഇതിന്റെ അവസാനം, അതുപോലെ കൗരവരുടെ അവസ്ഥാവിശേഷങ്ങൾ എന്ത് സംഭവിക്കും, ഇതെല്ലാം ഇവിടെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒന്ന് ആലോചിക്കണം. അപ്പോ വല്ലതും ചെയ്യുവാൻ സാധിക്കുമോ? എവിടെ നിന്നോ ആരംഭിച്ച കാലം എവിടെയോ പോയി പര്യവസാനിക്കുന്ന കാലം, അതാണ് നീ കാണുന്ന ഈ രൂപം എന്ന്. നിന്നെ പോലെയുള്ളവരും ഭീഷ്മാദികളെ പോലെയുള്ളവരും ഈ പ്രവാഹത്തിനിടയിൽ ഒരിഞ്ച് സ്ഥലത്തേക്കുണ്ടോ, നല്ലപോലെ ചിന്തിക്കൂ എന്ന് അർജുനനോട് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ കാലത്തിനനുസരിച്ച് തെളിയിപ്പിക്കേണ്ടവരെ തെളിയിപ്പിക്കുന്നു, മറയ്ക്കേണ്ടവരെ മറയ്ക്കുന്നു. ഇതെല്ലാം വിശ്വരൂപനായ എന്നിൽ എന്നും നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ഈ പ്രവണത. ഇതിങ്ങനെ തുടർന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. വ്യാമോഹം കൊണ്ട് ഞാൻ കൊല്ലുന്നു എന്നൊക്കെ ജനങ്ങൾ അഭിമാനിക്കുകയാണ്. അവരൊക്കെയും വെറും നിമിത്തങ്ങളായി വ്യവഹരിക്കപ്പെടുന്നതേ ഉള്ളൂ. ഭീഷ്മാദികളെയും ദുര്യോധനാദികളെയും ഞാനിതാ കാലപ്രവാഹത്തിൽ നിവരാത്ത വിധം മുക്കിക്കഴിഞ്ഞു. അതിന്റെ നിമിത്തം നീയായി കൊള്ളട്ടെ. അർജുനനാണല്ലോ മിക്കവരെയും ഹനിച്ചത്. അതാണ് പറയുന്നത്. എന്താ പറയാ, സഹായിയായിട്ട് ഭഗവാൻ ഉണ്ടായിരുന്നു എന്നേ ഉള്ളൂ. അർജുനനാണ് അതെല്ലാം ചെയ്തത്. ഭീമനാണ് കുറെ കാര്യങ്ങൾ ചെയ്തത്. അവസരമില്ല, ശത്രുക്കളെ കൊന്നുവെന്ന പ്രഖ്യാതി ലോകത്തിൽ നിനക്ക് കിട്ടുകയും ചെയ്യും. ഇങ്ങനെയുള്ളതായ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ വിശ്വരൂപ ദർശനം കൊണ്ട് മനസ്സിലാകുന്നു. ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് ഇതിന് അവസരം തന്ന SPYSSല് പ്രത്യേകം നന്ദിയും നമസ്കാരവും അർപ്പിക്കുന്നു. ഹരി ഓം സിന്ധു അക്ക. എല്ലാം പറഞ്ഞു കഴിഞ്ഞു. എന്നാലും വളരെ ചുരുക്കി പറയാം. ഇത് വിശ്വരൂപ ദർശന യോഗം. അപ്പൊ ഇതുവരെ വിശ്വശരീരമായി നിന്ന ഭഗവാൻ വളരെ പെട്ടെന്ന് തന്നെ തന്റെ സൗമ്യഭാവത്തെ വീണ്ടും എടുത്ത് അണിഞ്ഞു. ഭയപ്പെട്ടു നിന്ന് അർജുനനെ ആശ്വസിപ്പിച്ചു. ഇത് നിന്റെ ആ പഴയ സുഹൃത്ത് തന്നെയാണ് എന്ന ഭാവത്തിൽ പുഞ്ചിരിയോടെ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇങ്ങനെ വിശ്വരൂപം കാണിച്ചതിന് ശേഷവും അർജുനന്റെ തേരാളിയായി തന്നെ ഇരിക്കാനാണ് ഭഗവാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അത് അർജുനന് ഉൾക്കൊള്ളാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇതിൽ നിന്ന് നമ്മൾ പലതും കണ്ടു പഠിക്കേണ്ടതുണ്ട്. അത്രയും വിശാലമായ ഹൃദയത്തോടു കൂടി ഞാൻ ഒന്നുമല്ല എന്ന ഭാവം നമുക്ക് എപ്പോൾ വരുന്നുവോ അപ്പോഴേ നമ്മൾക്കും ഭഗവാനാവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു ദർശനം ഇത്രയും ദുർലഭമാണ് എന്ന് പറഞ്ഞ് പല ശ്ലോകത്തിലും അന്ധവിശ്വാസങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം നൽകി ഈശ്വര വിശ്വാസം എന്നാൽ ക്ഷേത്ര ദർശനമാണ് എന്ന് നമ്മൾ പലരും വിചാരിക്കുന്നുണ്ട്. കുറെ പൂജകൾ വഴിപാടുകൾ ചെയ്യുകയാണ് എന്ന് മാത്രം വിശ്വസിക്കുന്നവർക്കുള്ള ഒരു നല്ല ഉപദേശമാണ് ഈ അധ്യായം. ഇതൊക്കെ പുണ്യം നേടാനുള്ള ചവിട്ടുപടികൾ മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വേദങ്ങൾ പഠിച്ചത് കൊണ്ടോ ശരീരത്തെ ബുദ്ധിമുട്ടിച്ച് വ്രതങ്ങൾ ചെയ്തത് കൊണ്ടോ തപസ്സുകൾ കൊണ്ടോ ദാനം ചെയ്യുന്നത് കൊണ്ടോ പൂജകൾ യാഗങ്ങൾ ചെയ്യുന്നത് കൊണ്ടോ എന്നെ അറിയാനോ അനുഭവിക്കാനോ സാധിക്കുകയില്ല എന്ന് ഭഗവാൻ പിന്നെയും പിന്നെയും പറയുന്നുണ്ട്. അങ്ങനെ ശത്രുക്കളെ തപിപ്പിക്കുന്ന അർജുന പരം തപ എന്നാണ് വിളിക്കുന്നത്. പരം തപ എന്നെ യഥാർത്ഥത്തിൽ അറിയാൻ അല്ലെങ്കിൽ കാണാൻ അല്ലെങ്കിൽ ഞാനായി തീരാൻ ശരണാഗതി അല്ലെങ്കിൽ ഏകാന്ത ഭക്തി അത് തന്നെ വഴിയുള്ളൂ എന്ന് പറയുന്നുണ്ട്. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ഒരു ഉപദേശമുണ്ട്. നിങ്ങൾക്ക് ഭഗവാനെ കാണണോ? ഈ ലോകത്തിൽ 3 തരത്തിലുള്ള ആസക്തികളുണ്ട്. അത് 3ഉം ഒന്നിച്ചു ചേർന്നാൽ ആ ഒരു പ്രേമം, ആ ആസക്തി നിങ്ങൾക്ക് ഭഗവാനോട് തീർച്ചയായും നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അതേതാണ് ആ 3 പ്രേമം? അതായത് ഒരാൾക്ക് ലഹരികളോടുള്ള ആസക്തി, അതാണ് ആദ്യത്തേത്. രണ്ടാമത്തേത് തന്റെ പ്രണയിനിയോടോ അല്ലെങ്കിൽ പ്രണയിയോടോ ഉള്ള ആസക്തി, അവളെ അല്ലെങ്കിൽ അവനെ കാണാതിരിക്കാൻ സാധിക്കില്ല എന്ന ഒരു ആസക്തി. മൂന്നാമത്തേത് അച്ഛനമ്മമാർക്ക് തന്റെ മക്കളോടുള്ള ഒരു അടുപ്പം, അവർ ഇപ്പോൾ എന്ത് ചെയ്യുകയായിരിക്കും, എവിടെയായിരിക്കും, ഏത് നേരത്തും അവരെ കുറിച്ചുള്ള ഒരു ചിന്ത. ഈ 3ഉം ഒന്നിച്ച് ചേർന്ന ഒരു ആസക്തി, ഈ 3ഉം ഒന്നിച്ച് ചേർന്ന് ഒരു ആസക്തി, അത് നിങ്ങൾക്ക് ഭഗവാനോട് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഭഗവാനെ കാണാൻ സാധിക്കും എന്ന് ഉറപ്പ് പറയുന്നുണ്ട് ശ്രീരാമകൃഷ്ണ പരമഹംസൻ. പക്ഷെ നിർഭാഗ്യവശാൽ അത് ആർക്കും ഇല്ല എന്ന് തന്നെ പറയും. എന്നും എപ്പോഴും എന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, അതാണ് അനന്യഭക്തി. കാണുന്നതൊക്കെ അല്ലെങ്കിൽ കാണുന്നവരൊക്കെ
ഭഗവാന്റെ വിവിധ രൂപങ്ങളാണെന്ന് തിരിച്ചറിയുക. അങ്ങനെ ആരുണ്ടോ അവർ എന്നെ പ്രാപിക്കും. എന്റെ ചുറ്റിലുമുള്ള എല്ലാവരും, അച്ഛനും അമ്മയും ഭർത്താവും ഭാര്യയും മക്കളും സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാവരും ആ ഭഗവാൻ തന്നെയാണ്. ആരോടും ദേഷ്യമില്ലാതെ എല്ലാവരും എന്റെയാണ്, എല്ലാവരും ഭക്തരാണ്, അല്ലെങ്കിൽ എല്ലാവരും ഭഗവാനാണ് എന്ന് ചിന്ത ഉള്ള ഒരാൾക്ക് ആരോടാണ് ദേഷ്യം വരിക? അപ്പോൾ എല്ലാ ജീവികളോടുമുള്ള നിസ്വാർത്ഥമായ സ്നേഹം ഉള്ളവർ അല്ലെങ്കിൽ ഉള്ളവൾ എന്നും കാണാം. അതാണ് അനന്യഭക്തി. അങ്ങനെയുള്ളവൻ എന്നെ അറിയുന്നു, എന്നെ കാണുന്നു, എന്നെ പ്രാപിക്കുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇത് വളരെ അപൂർവമായ ദർശനമാണെന്നും നിന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രം ഞാൻ നിന്നെ ഇത് കാണിച്ചു തന്നതാണെന്നും ദേവന്മാർക്ക് കൂടെ വളരെ ദുർലഭമായ ഒരു ദർശനമാണെന്നും പറയുന്നുണ്ട്. കാരണം അനന്യഭക്തി കൊണ്ട് മാത്രമേ എന്നെ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഉദ്ഘോഷത്തോടെ ഈ വിശ്വരൂപ ദർശന യോഗം ഈ അധ്യായം സമാപിക്കുന്നു. ഹരിയോം. അങ്ങനെ ക്ഷണികാവിഷ്കാരമായ ആ വിശ്വരൂപവും സർവസംഹാരിയായ കാലത്തിന്റെ രൂപവും ചതുർഭുജനായ വിഷ്ണുവിന്റെ രൂപവും ശ്യാമസുന്ദരമായ ആ ശ്രീകൃഷ്ണൻ രൂപവും ഒക്കെ അർജുനൻ ഇങ്ങനെ നോക്കിക്കണ്ടു. ആ സച്ചിദാനന്ദ രൂപം സർവഭൂതങ്ങളുടെയും സർവരൂപങ്ങളുടെയും ഉത്ഭവമായ ആ രൂപത്തെ ഇങ്ങനെ നമിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. സച്ചിദാനന്ദ രൂപായ കൃഷ്ണായ കൃഷ്ണകാരിണി നമോ വേദാന്ത വേദായ നമോ വാസുദേവായ നമഃ. അപ്പോൾ കൃഷ്ണനെ ഭഗവാനെ അറിയുന്നെങ്കിൽ ആ പ്രേമഭക്തിയിലൂടെ, ആ മഹത്തായ ഭക്തിയുടെ നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് ഭഗവാൻ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അങ്ങനെ വിശ്വരൂപം എന്ന ശ്രീമദ് ഭഗവത്ഗീതയുടെ 11-ാം അധ്യായത്തിന്റെ ഭക്തി വേദാന്തമായ വിശദീകരണം നൽകി തന്നത് പ്രഭാക്കയും ഗിരിജാക്കയും സിന്ധു അനന്തക്കയുമാണ്. അവർക്ക് വളരെയധികം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ചാൻഡിങ് ഗൈഡൻസ് നൽകിയ രമ അക്കയ്ക്കും അത് റിപ്പീറ്റ് ചെയ്ത ശോഭ അക്കയ്ക്കും വസുമതി അക്കയ്ക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ധ്യാന ശ്ലോകം ചൊല്ലിയ രതീഷ് അണ്ണനും അത് റിവിഷൻ ചാൻഡിങ് നടത്തിയ ധാത്രി അക്കയ്ക്കും സോനയ്ക്കും നന്ദി അറിയിക്കുന്നു. ഇന്നിവിടെ വന്ന എല്ലാ യോഗബന്ധുക്കൾക്കും ഈ സമിതിയുടെ പേരിലും എന്റെ പേരിലും വളരെയധികം നന്ദി അറിയിക്കുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സുനൈനയ്ക്കും അതുപോലെ തന്നെ സിന്ധു അക്കയ്ക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ലോക കല്യാണ മന്ത്രം നിവർന്നിരിക്കാം. കൈകൾ നമസ്കാര സ്ഥിതിയിലേക്ക് കൊണ്ടുവരാം. ഓം സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാം കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.